ನೋಡು ನೋಡು ಇಟ್ಕೊಳ್ಳ ಛತ್ರಿನ ಮೊಬೈಲ್ ಹಿಡ್ಕೊಂಡು ಈಗ ಎಲ್ಲಾರ್ಗು ಶೇರ್ ಬಿಟ್ಬಿಡೋದು ಗ್ರೂಪಿಗೆ ಹಿಂಗೂ ಉಂಟಾ ಛತ್ರಿ ಹಿಡ್ಕೊಂಡು ಗಾಡಿ ಹೊಡಿಯೋದು. ശ്രീധര കേട്ട കന്നഡയിൽ നിന്ന് മനസ്സിലായത് ഞാനിത് എല്ലാവർക്കും ഷെയർ ചെയ്യും ഗ്രൂപ്പുകളിലേക്കൊക്കെ പോകുന്നതാണ്. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അല്ലേ, അത് വനിതാ കണ്ടക്ടർ ആയിരിക്കും എടുത്തത്. എന്തായാലും കമ്പനിയെ നാണം കെടുത്തിയാൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇത് എന്താണ് ഇപ്പോൾ ഒരു അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ? ദേവിഷേട്ടാ, ഈ റീൽസ് എടുക്കാൻ നോക്കിയിട്ടേ വൈറലാവുക എന്നായിരുന്നു ഇവരുടെ ലക്ഷ്യം. പക്ഷേ പണി കിട്ടി, ഉള്ള പണി പോയി, സസ്പെൻഷനിലായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കണ്ടക്ടർക്കും ഡ്രൈവർക്കും ഉള്ളത്. അതായത് മഴയുള്ള സമയമൊന്നുമല്ല, ഇവർ പക്ഷേ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കുടയും പിടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. കണ്ടക്ടറാണ് ഇത് ഷൂട്ട് ചെയ്തത്. നോർത്ത് വെസ്റ്റ് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിലെ ഡ്രൈവർ ഹനുമന്തപ്പയും കണ്ടക്ടർ അനിതയ്ക്കുമാണ് ഇങ്ങനെ ഒരു വേണ്ടാത്ത സമയത്ത് ഒരു ബുദ്ധി തോന്നി, ഒന്ന് വൈറലാവാനുള്ളൊരു ആഗ്രഹം തോന്നിയത്. ഏതായാലും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനെ ഇത് അവമതിപ്പ് വല്ലാതെ ഉണ്ടാക്കി. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഇന്നലെ കർണാടകയിൽ എല്ലായിടത്തും ഇതായിരുന്നു ചർച്ച. അതിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, സർക്കാർ ബസ്സുകളുടെ അവസ്ഥ ഇതാണ്. സർക്കാർ എല്ലാവർക്കും സൗജന്യ യാത്രയൊക്കെ സ്ത്രീകൾക്കൊക്കെ നൽകുന്നു. പക്ഷേ മര്യാദയ്ക്കൊരു ബസ് ഉണ്ടാക്കാൻ സർക്കാരിനെ കൊണ്ട് അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനെ കൊണ്ട് കഴിയുന്നില്ല. ഏതായാലും ഇത് വല്ലാതെ ഈ വീഡിയോ പ്രചരിച്ചു. ഈ കണ്ടക്ടറും ഡ്രൈവറും ആഗ്രഹിച്ച പോലെ അവർ വൈറലായി. പക്ഷേ ഈ കോർപ്പറേഷൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ വണ്ടി കൃത്യമായി പരിശോധിച്ചു. ആ വണ്ടിക്ക് ലീക്കൊന്നുമില്ല എന്ന് മനസ്സിലായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഴയുള്ള സമയത്തല്ല ഇവർ ഈ കുടയും പിടിച്ചിങ്ങനെ യാത്ര ചെയ്തത്. ഏതായാലും രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും അവരുടെ പണി പോകുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഇത് വല്ലാത്ത രീതിയിൽ ആഘോഷിച്ചു ഈ സംഭവം. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഡാമേജ് ഉണ്ടാക്കി. പിന്നീട് ഇപ്പോൾ അന്വേഷണത്തിന് ശേഷമാണ് ഇങ്ങനെയാണ് സംഭവം, ഇതാണ് സത്യാവസ്ഥ എന്ന് മനസ്സിലായത്. ഏതായാലും ഡ്രൈവർക്കും കണ്ടക്ടർക്കും പണി ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. നിലവിൽ സസ്പെൻഷൻ നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. ശരി, എന്തായാലും വൈറലാകാൻ ചെയ്ത ആവേശം സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്, ജോലി കിട്ടുമോ കിട്ടില്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെയൊന്നും അല്ല വൈറലാകേണ്ടതെന്ന് പലതവണ പറയുന്നതാണ്. വല്ല നല്ല കാര്യം ചെയ്താണെങ്കിൽ കൊള്ളാം, പക്ഷേ ഇങ്ങനത്തെ അബദ്ധങ്ങൾ കാണിച്ചാൽ അവനവന് തന്നെ പണി കിട്ടും. ബാക്കിയുള്ളവർക്ക് എന്തായാലും ഇത് കണ്ട് ചിരിക്കേണ്ടിയും വരും. ശരി ശ്രീധര.